മാലദ്വീപിൽ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇങ്ങനെ ഈ മാർക്കറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നാട്ടോ. ഈ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതൊക്കെ ബോട്ടുകളാണ്. അതായത് മീൻ പിടിക്കാൻ പോയ ബോട്ടുകൾ മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ കാണുന്നത് ലോക്കൽ മാർക്കറ്റാണ് മാലദ്വീപിൽ. ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കടലിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സാധനം കാണാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ, നാട്ടിൽ തെരണ്ടി എന്ന് പറഞ്ഞ ആ മീനാണിത്. കണ്ടോ, ഇത്രയും അടുത്ത് വന്നിട്ട് ഇതാ ഇവരൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇത് മുഴുവനും തെരണ്ടിയാണ്. ഒരു തെരണ്ടി ചാകര എന്ന് പറയാം. പക്ഷേ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവർ ഇട്ട് കൊടുക്കുന്ന തീറ്റ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന തെരണ്ടികളാണ്. പക്ഷേ ഇതിപ്പം ശരിക്കും ചൂണ്ടയിൽ കുടുങ്ങിയാൽ പോലും നമുക്കിത് എടുക്കാൻ പാടില്ല. കണ്ടോ, ഇത്രയും തെരണ്ടികളുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇത് തന്നെയാണ് പരിപാടി. കണ്ടോ, നല്ല വലുപ്പമുള്ള, നല്ല സൈസുള്ള, നല്ല തൂക്കമുള്ള തെരണ്ടികളാണ്. ആരും പിടിക്കാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനിപ്പം പിടിച്ച് കശാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ സ്ഥിരം ഈ പരിപാടി തന്നെയാണ്. മാലദ്വീപ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തെരണ്ടി പിടുത്തം നിരോധിച്ചിരിക്കുകയാണ്. കാരണം അതൊരു വംശനാശം സംഭവിക്കുന്ന ഒരു ജീവി എന്ന നിലയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരണ്ടിയെ പിടിക്കാൻ പറ്റില്ല. അപ്പം ഈ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം ചൂണ്ടയിൽ ആ തെരണ്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കതിനെ എടുക്കാൻ പറ്റില്ല. അതിനെ അഴിച്ചു വിട്ടിട്ട് സാധാരണ മീനുകൾ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടോ ചൂണ്ടയിട്ട് പിടിച്ച മീനുകളകത്തൊക്കെ ഉണ്ടോ, വലിയ വലിയ മീനുകൾ. ഇവിടെ ഏറ്റവും വില കുറഞ്ഞ മീനാണ് ചൂര. അതായത് നാട്ടിൽ സൂത എന്നൊക്കെ പറയും. ആ സൂത കട്ട് ചെയ്തിട്ടാണ് മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ആ തീറ്റ ഇട്ടിട്ടാണ് മീനുകളെ പിടിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ ഇത്രയും വലിയ തെരണ്ടിയൊക്കെ പിടിക്കാതെ വിടുമ്പം ശരിക്കും ഞാനൊക്കെ തെരണ്ടി കഴിക്കണ ഒരാളെന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമൊക്കെ വരുന്നത്. നമുക്കൊക്കെ നാട്ടിൽ കിട്ടിയിരുന്നത് നല്ല പൊരിച്ചടിക്കായിരുന്നു.